സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകിയെങ്കിലും ഞങ്ങളുടെ വധശിക്ഷ കോടതി വീണ്ടും സ്ഥിരീകരിക്കുക തന്നെയാണ് ഉണ്ടായത്. വീണ്ടും നിവേദനങ്ങൾ, ദയാഹർജികൾ. അങ്ങനെ ജീവിതത്തിലെ 20 വർഷം തടവറയ്ക്കുള്ളിൽ കുഴിച്ചു മൂടപ്പെട്ടു. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിരിക്കാനിടയുള്ള 20 വർഷങ്ങൾ. തൂക്കുകയറിന് താഴെ അവസാന പ്രതീക്ഷ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിന് സമർപ്പിച്ച ദയാഹർജിയായിരുന്നു. അതും തള്ളപ്പെട്ടു. ഇനി ഏതു നിമിഷവും ഞങ്ങളുടെ വധം നടപ്പിലാക്കുമെന്ന അവസ്ഥ. ഇതിനിടയിൽ ഞങ്ങളുടെ ജീവന് വേണ്ടി വാദിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത നിരവധി പേരുകൾ ഓർക്കാനുണ്ട്. അതിനിടയിൽ വേദനയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന പേരാണ് സെങ്കൊടി. ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സമയത്ത് ഏകദേശം അവൾക്കൊരു 3-4 വയസ്സ് കാണും. ജീവിതത്തിൽ ഇന്നോളം ഞാൻ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ആ സഹോദരിയെ എൻ്റെ കാമുകിയാണെന്ന് പറഞ്ഞ് ചിലർ കഥകളുണ്ടാക്കി. വിദ്യാസമ്പന്നയും വ്യക്തമായ രാഷ്ട്രീയ ബോധവുമുള്ള സെങ്കൊടിയെ അമ്പലപരിസരത്ത് മാലേ പൂമാലേ എന്ന ഈണത്തിൽ പാടി പൂവിറ്റ് നടക്കുന്നൊരു പൂക്കാരിപ്പെണ്ണായി കാണാനായിരുന്നു ഭാവനയുടെ ലാഭക്കച്ചവടക്കാർക്കിഷ്ടം. 20കാരിയായ ആ പെൺകുട്ടിയെ 40 കഴിഞ്ഞ് എൻ്റെ കാമുകിയായവർ തരം താഴ്ത്തിയപ്പോൾ അവർ തമസ്കരിച്ചത് സെങ്കൊടിയുടെ വിപ്ലവ വീര്യത്തെയും രാഷ്ട്രീയ ബോധത്തെയുമായിരുന്നു. ഞാൻ ആണയിടുന്നു, അവൾ വെറുമൊരു കാമുകിയോ പൂക്കാരിയോ അല്ല, ആത്മാഭിമാനത്തിൻ്റെ ചെങ്കൊടി തന്നെയായിരുന്നു. റെഡ് ഫ്ലാഗ്. കൊലപാതകം ഒരു കുറ്റമാണെങ്കിൽ വധശിക്ഷയും ഒരു കുറ്റമല്ലേ? നീതിന്യായങ്ങളുടെ തികച്ചും സാങ്കേതികമായ അകമ്പടിയോടെ ഭരണകൂടം നേരിട്ട് നടത്തുന്ന മറ്റൊരു കൊലപാതകമല്ലേ വധശിക്ഷ? തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും കള്ളസാക്ഷിമൊഴികളുടെയും സ്വാധീനങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലുണ്ടാകുന്ന കോടതി വിധികൾ സത്യത്തിന്റെ അവസാന വാക്കല്ല എന്നതിന് നമുക്ക് മുൻപിൽ എത്രയോ തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. എത്ര നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കാം. അത്തരത്തിലുള്ള നീതി നിഷേധത്തിന്റെ അടുത്തേറിയാണ് തമിഴ് മക്കളെ പേരറിവാളൻ. പേരറിവാളൻ അടക്കമുള്ള 3 തമിഴർക്കും കോടതി ഒരു കുറ്റത്തിന് വിധിച്ചിരിക്കുന്നത് 2 കൊടും ശിക്ഷകളാണ്. ഇന്നൊരു ജീവപര്യന്തം തടവുകാരൻ ജയിലിൽ കഴിച്ചു കൂട്ടേണ്ട പരമാവധി വർഷങ്ങൾക്ക് മേൽ 20 വർഷം പേരറിവാളനും ശാന്തനും മുരുകനും ജയിലിൽ കഴിഞ്ഞു. അതായത് ഒരു ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞവരെയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വീണ്ടും തൂക്കിലേറ്റാൻ പോകുന്നത്. ഇത് ശരിയാ? പേരറിവാളനെ വിടുതൽ ചെയ്യുക. 3 തമിഴ് മക്കളുടെ ജീവൻ രക്ഷിക്കുക. സത്യത്തിൽ പേരറിവാളൻ ചെയ്ത തെറ്റെന്താണ്? 9 വാട്ടിന്റെ 2 ബാറ്ററികൾ വാങ്ങിച്ചു നൽകിയതോ? മാടക്കടകളിൽ നിന്ന് പോലും വാങ്ങിക്കാൻ കഴിയുന്ന ബാറ്ററി സ്വന്തമാക്കാൻ വേണ്ടി തീവ്രവാദികൾ പേരറിവാളനെ സ്വാധീനിച്ചു എന്നും പേരറിവാളൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നും പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്? ബാറ്ററി നൽകിയവന് ജീവപര്യന്തം ശിക്ഷ നൽകി തൂക്കിലേറ്റാനാണ് കോടതിയുടെ തീരുമാനമെങ്കിൽ നാളെ ബോംബ് നിർമ്മിച്ചവനെ കണ്ടെത്തിയാൽ അവൻ എന്ത് ശിക്ഷയായിരിക്കും ഈ കോടതിക്ക് നൽകാൻ കഴിയുക? ഇരട്ട ജീവപര്യന്തമോ ഇരട്ട വധശിക്ഷയുമോ? അത് അസാധ്യമാണ് എന്നതുപോലെ തന്നെ അസംബന്ധവുമാണ് കോടതിയുടെ ഈ നടപടികൾ. ഇതാ ഈ അമ്മയെ കാണുക. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉച്ചനേരത്ത് വിളമ്പി വെച്ച ആഹാരത്തിന് മുൻപിൽ നിന്നും CBI ഉദ്യോഗസ്ഥർ ഈ അമ്മയുടെ മകനെ കൂട്ടിക്കൊണ്ടു പോകുന്ന നേരത്ത് ഈ അമ്മയുടെ മുടിയിഴകൾ ഇത്ര കണ്ട് നരച്ചിട്ടില്ല.
ഇത്ര കണ്ട് നിരാശയുടെ കുഴികളിൽ ആണ്ടുപോയിട്ടില്ല. അധികാര സ്ഥാപനങ്ങളുടെ ശ്രീവാതിലുകൾ കയറിയിറങ്ങി ഈ അമ്മയുടെ കാൽവെണ്ണകൾ അന്ന് തേഞ്ഞു തീർന്നിട്ടില്ല. എന്നിട്ടും ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ പ്രഥമ വനിതയായ പ്രതിഭാ പാട്ടീൽ ദയാഹർജി തള്ളി വധിച്ചിട്ട് ഉറപ്പാക്കപ്പെട്ട നേരത്തും ഈ അമ്മ ഈ ആൾക്കൂട്ടത്തിനിടയിൽ വന്നിരിക്കുന്നുവെങ്കിൽ അതിനിയും അസ്തമിക്കാത്ത പ്രതീക്ഷയുടെ പുറത്താണ്. അന്ന് പടിയിറങ്ങിയ വീട്ടുപടിക്കൽ വന്ന് ഒരു ദിവസം മകൻ അമ്മ എന്ന് വിളിക്കുമെന്ന പ്രതീക്ഷയിൽ. അത് വെറുതെയാകുമോ എൻ കൂടെ പിറന്ന തമിഴ് മക്കളെ? പേരറിവാളനെ വിടുതൽ ചെയ്യുക. 3 തമിഴ് മക്കളുടെ ജീവൻ രക്ഷിക്കുക. രാജീവ് ഗാന്ധി വധത്തിൽ നേരിട്ട് പങ്കെടുത്ത 1-ാം പ്രതിയായ നളിനിയുടെ വധശിക്ഷ റദ്ദ് ചെയ്ത കോടതി വെറും 9 വാൾട്ടിന്റെ ബാറ്ററി നൽകിയ കുറ്റത്തിന് പേരറിവാളന്റെ വധശിക്ഷ ശരിവെക്കുന്നു. ഗൂഢാലോചകരെന്ന് കൃത്യമായും തെളിയിക്കപ്പെട്ടവരുടെ ശിക്ഷ പോലും കോടതി ഇളവ് ചെയ്തു. 19 പേരെ വെറുതെ വിട്ടു. എന്നിട്ടും ഇതുവരെ ചെയ്ത തെറ്റെന്നത് തെളിയിക്കാൻ പോലും കഴിയാത്ത പേരറിവാളന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ മുരുകനെയും ശാന്തനെയും കൂടെ തൂക്കിലേറ്റാൻ പോകുന്നു. ഇത് ന്യായമാ? അന്ത തപ്പ് നടപ്പക്കൂടാതെ. ഈ അമ്മയൊഴിക്കെ കണ്ണുനീർ പാഴായി പോകരുത്. ഈ അമ്മയെ നിങ്ങൾ ഏറ്റെടുക്കുക. നീതി നിഷേധിക്കപ്പെടുന്ന മുഴുവൻ ജനങ്ങളുടെയും അമ്മയാണ് അർപ്പുതാമ്മാൾ. അമ്മ പോങ്കെ, നിയമം അമ്മയെ കൈവിട്ടെങ്കിലും ഇനിയും നന്മ പറ്റാത്ത ഈ സമൂഹ മനസാക്ഷി അമ്മയെ കൈവിടില്ല. ധൈര്യമാ പോങ്കെ. പേരറിവാളനെ വിടുതൽ ചെയ്യുക. 3 തമിഴ് മക്കളുടെ ജീവൻ രക്ഷിക്കുക. പേരറിവാളനെ വിടുതൽ ചെയ്യുക. 3 തമിഴ് മക്കളുടെ ജീവൻ രക്ഷിക്കുക. പേരറിവാളനെ വിടുതൽ ചെയ്യുക. 3 തമിഴരുടെ ജീവൻ രക്ഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ടൊന്നും നീതിപീഠത്തിന്റെ തീരുമാനങ്ങൾ കിളക്കം തട്ടില്ലെന്ന് നാം മനസ്സിലാക്കിയതാണ്. കാരണം ഇനിയും ചുരുളഴിയാത്തൊരു നിഗൂഢതയാണ് രാജീവ് ഗാന്ധി വധം. സത്യം ഇത്തരം ദുരൂഹവും അസംബന്ധവുമായ വിധികൾക്കും വിവാദങ്ങൾക്കും പിന്നിൽ മറഞ്ഞിരിക്കും. മഹാനായ ഒരു നേതാവിന്റെ ജീവന് പകരമായി എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ചില ജീവനുകൾ അവർക്ക് നിർബന്ധമായി വന്നിരിക്കുന്നു. വിലപ്പെട്ട ഒരു ജീവന് പകരമായി അവർ വില കുറഞ്ഞതെന്ന് കരുതുന്ന ചില ജീവനുകൾ. പക്ഷേ ഞാൻ ഇന്നോളം കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ആ സഹോദരൻ പേരറിവാളന്റെ ജീവൻ വിലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ജീവനാണ് നീതിപീഠത്തിന്റെ ആവശ്യമെങ്കിൽ അത് നൽകാൻ ഞാൻ ഒരുക്കമാണ്. മൂന്ന് തമിഴരുടെ ജീവന് പകരമായി എന്റെ ജീവൻ അന്തമായി തീർന്ന നീതിപീഠത്തിന് അല്പമെങ്കിലും കണ്ണു തെളിയാൻ ഇവിടെ ഒരു പെണ്ണ് തീപ്പന്തമാകുന്നു. ஷீரு எழுந்து வா தமிழா, நெஞ்சு திமந்து வா தமிழா, உயிர் கொடுக்க வா தமிழா, உயிர் நீதானடா தமிழா. ஷீரு எழுந்து வா தமிழா, தமிழா, நெஞ்சு திமந்து வா தமிழா, தமிழா, உயிர் கொடுக்க வா தமிழா, தமிழா, உயிர் நீதானடா தமிழா, தமிழா. പേരറിവാളനെ വെറുതെ വിട്ടുക. ഒന്ന് തമിഴരുടെ ജീവൻ രക്ഷിക്കുക.